السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 84. ഒരാളുടെ യാത്ര ഔദ്യോഗികമായി തുടങ്ങുന്നത് അയാളുടെ നാടിൻ്റെ പരിധി വിട്ടുകടക്കുമ്പോഴാണ്. വമൻ സാഫറ മിൻ ബൽദത്തിൻ ഫഅവ്വലു സഫരിഹി മുജാവസത്തു സൂരിഹ എന്നാണ് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു മിൻഹാജിൽ പറഞ്ഞിട്ടുള്ളത്. ആ നാടിൻ്റെ പരിധി കടക്കുമ്പോഴാണ് യാത്രയുടെ ആരംഭം. അങ്ങനെ പരിധി കടന്നതിൻ്റെ ശേഷം മാത്രമേ ഖസ്ർ ജംഅ് പോലെയുള്ള യാത്രയിലെ ഇളവുകൾ എടുക്കാൻ പാടുള്ളൂ. വീട്ടിൽ നിന്നിറങ്ങി നാടിൻ്റെ പരിധി കടന്നിട്ടില്ല, അതിനു മുമ്പ് പള്ളിയിൽ കയറി നിസ്കാരം ഖസ്റാക്കി നിസ്കരിച്ചു അല്ലെങ്കിൽ ജംഅാക്കി നിസ്കരിച്ചു, ആ നിസ്കാരം സഹീഹല്ല, ആ ഖസ്റും ജംഉം സ്വഹീഹല്ല. കാരണം ഖസ്ർ ജംഉ എന്നിവ സ്വഹീഹാകണമെങ്കിൽ നാടിൻ്റെ പരിധി കടക്കണം. അതേസമയം ഖസ്റാക്കാനും ജംആക്കാനും നിബന്ധനയായി പറയപ്പെട്ട 132 കിലോമീറ്റർ കഴിഞ്ഞു കടക്കണമെന്നുണ്ടോ? അതില്ല. അത്രയും കിലോമീറ്റർ യാത്ര ഉണ്ടായാൽ മതി, യാത്ര ലക്ഷ്യമായാൽ മതി. അങ്ങനെ ലക്ഷ്യമുള്ള യാത്രയിൽ നാടിൻ്റെ പരിധി വിട്ടുകടന്നാൽ പിന്നെ ഖസ്ർ ജംഉ ഒക്കെ ആവാം. നാടിൻ്റെ പരിധി കടക്കുന്നതിന് മുമ്പ് അതൊന്നും പാടില്ല. ഇനി ഖസ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു മസ്അല. വലൗ കാന ലി മഖ്സിദിഹി തരീഖാനി തവീലുൻ വ ഖസീറുൻ. ഒരാൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ഉദ്ദേശിച്ചു. ആ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ 2 റൂട്ടുകളുണ്ട്. ഒരു റൂട്ട് ദീർഘമായ റൂട്ടാണ്, മറ്റൊന്ന് അത്ര തന്നെ ദൈർഘ്യമില്ലാത്ത റൂട്ടാണ്. അഥവാ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഖസ്റാക്കാൻ മാത്രം ദൂരമുണ്ട്, 132 കിലോമീറ്ററുകളുണ്ട്. മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അത്ര തന്നെ കിലോമീറ്ററുകളില്ല. എന്നാൽ ഖസ്റാക്കണം എന്ന ഉദ്ദേശ്യത്തോടു കൂടി മാത്രം, യാത്രയിലെ ഇളവുകൾ എടുക്കണം എന്ന ഉദ്ദേശ്യത്തോടു കൂടി മാത്രം അയാൾ ദൈർഘ്യമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഖസ്ർ അവിടെ ജായിസാകുന്നില്ല. കാരണം അയാളുടെ ഉദ്ദേശ്യം ഈ ദീർഘമായ വഴിയിലൂടെ പോകുമ്പോൾ ഖസ്ർ എന്ന ഇളവ് എടുക്കണം എന്നുള്ളതാണ്. അതേസമയത്ത് ദീർഘവഴിയിലൂടെ അദ്ദേഹം പോകുന്നത്, ദീർഘവഴി തിരഞ്ഞെടുത്തത് ഫസലക ത്വവീല ലി അർളിൻ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ്. ദീർഘവഴിയിലൂടെ പോകുമ്പോഴാണ് കൂടുതൽ സുരക്ഷയുള്ളത്. അതാണ് നല്ല റോഡ്, യാത്രാ സൗകര്യം ആ റൂട്ടിലാണ് കൂടുതൽ. അതല്ലെങ്കിൽ ആ റൂട്ടിലൂടെ പോകുമ്പോൾ ചില മസാറുകൾ ലഭിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ ആ ദീർഘവഴി തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട്
അയാൾക്ക് ഖസ്റാക്കാനുള്ള ഇളവ് ഇല്ലാതാകുന്നില്ല. ഇങ്ങനെയുള്ള ഉദ്ദേശ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഖസ്റാക്കുക എന്ന ഉദ്ദേശ്യം കൂടി ഉണ്ടായാലും കുഴപ്പമില്ല. കേവലം ഖസ്റാക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടെ മാത്രം ദീർഘവഴി തിരഞ്ഞെടുത്താൽ അവിടെ ഖസ്റാക്കാനുള്ള ചാൻസ് ഉണ്ടാവുകയില്ല. എന്നാണ് ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഈ മസ്അലകളൊക്കെ നമ്മൾ വേണ്ടവിധം മനസ്സിലാക്കി യാത്രയിലെ നിസ്കാരം അത് ഇസ്ലാമിക കർമ്മശാസ്ത്രം അനുശാസിക്കുന്ന രീതിയിൽ നിർവഹിക്കാൻ നാം പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.